ദേശീയപാത 85-ൽ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത സംരക്ഷണ സമിതി തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതിയെ ഏൽപ്പിച്ചിട്ടും വിഷയത്തിൽ ഫലപ്രദ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അടുത്ത മാസം 8-ന് സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ദേശീയപാത 85-ലെ നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ മെല്ലെപ്പോക്ക് തുടരുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് തുടർ സമരത്തിന് ദേശീയപാത സംരക്ഷണ സമിതി തീരുമാനമെടുത്തിട്ടുള്ളതെന്നും സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ അടുത്ത മാസം 8-ന് സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ഈ റോഡ് 1000 കോടി രൂപയോളം കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുവദിച്ചിട്ടുള്ള ഈ റോഡ് ആ റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വമ്പിച്ച സമരത്തിലേക്ക് നീങ്ങാൻ ആലോചിക്കുകയാണ്. ഇനി ഇതിന് മുന്നോടിയായി കഴിഞ്ഞ പ്രാവശ്യം ദേശീയപാത ലോങ് മാർച്ച് സംഘടിപ്പിക്കാനും ദേശീയപാത ഉപയോഗം സംഘടിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടാണ് ആ പരിപാടികൾ നടത്തിയത്. വൻ ജനപിന്തുണയോടുകൂടി നടത്തിയ പരിപാടികളാണ്. അപ്പോൾ അതുപോലെ തന്നെ ജനുവരി മാസം 8-ാം തീയതി വ്യാഴാഴ്ച അടിമാലിയിൽ പമ്പിച്ച ജനകീയ കൺവെൻഷൻ ചേർന്നുകൊണ്ട് അടുത്ത സമരം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അടുത്ത സമരം എന്ന് പറയുന്നത് ഞങ്ങൾ ആലോചിക്കുന്നത് നിരന്തരമായ സമരം. ഇനി റോഡിന്റെ പണി ആരംഭിക്കുന്നത് വരേക്കുള്ള നിരന്തരമായ സത്യാഗ്രഹ സമരം പ്ലാൻ ചെയ്യാനാണ് ആലോചിക്കുന്നത്. അത് ജനകീയ കൺവെൻഷൻ ആ കാര്യം തീരുമാനിക്കുന്നതാണ്. പ്രശ്നപരിഹാരം കാണും വരെ തുടർ സമരപരിപാടികൾ നടത്താനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. പ്രശ്നത്തിൽ സമാന താൽപ്പര്യമുള്ള എല്ലാവരുമായും കൈകോർക്കുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികളായ PM ബേബി, റസാഖ് ചൂരവേരിൽ, KK രാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗത്തെ നിർമ്മാണ ജോലികളാണ് മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്നത്. നിർമ്മാണ ആരംഭത്തിൽ പാതയോരത്തു നിന്ന് മണ്ണ് നീക്കുകയും ഓടകളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമായിരുന്നു നിർമ്മാണം തടസ്സപ്പെട്ടത്. ദേശീയപാതയിൽ മറ്റ് ഭാഗങ്ങളിൽ ദ്രുതഗതിയിൽ നിർമ്മാണം മുമ്പോട്ടു പോകുന്നുണ്ട്. ഏറ്റവും അടിയന്തരമായി നിർമ്മാണം നടക്കേണ്ടുന്ന ഭാഗത്താണ് തടസ്സവാദം പ്രതിസന്ധി തീർത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.